ഇനിയുള്ള 30 നാളുകൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ 30 ദിവസങ്ങളാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാസപ്പിറവി കണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് മാസപ്പിറവി കണ്ടത്. റിയാസ് KMR ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, വിശദാംശങ്ങൾ. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഇനി പുണ്യങ്ങളുടെ ഒരു പൂക്കാലം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്നു. ഇവിടെ വിശുദ്ധ റമദാൻ്റെ ഒരു മാസപ്പിറവി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മസംസ്കരണത്തിൻ്റെയൊക്കെ 30 നാളുകളാണ്. അതിൽ തന്നെ 3 പത്തുകളായി വിഭജിച്ചുകൊണ്ട് ഒരു അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനകളുടെയും പിന്നീട് പാപമോചനത്തിൻ്റെയും അത് കഴിഞ്ഞ് നരകമോചനത്തിൻ്റെയും എല്ലാം പത്തുകൾ, ഒപ്പം തന്നെ 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ രാവ് ഉൾപ്പെടെയുള്ള ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട ഒരു മാസമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഉൾപ്പെടെയാണ് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഈ പുണ്യ റംസാൻ എന്ന് പറയുന്നത്. ഈ പുണ്യ റമദാനിൽ ഇപ്പോൾ മാസപ്പിറവി കണ്ടതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം കേരള വിഷൻ ന്യൂസിനോടൊപ്പം കോഴിക്കോട് വലിയ ഖാദി പാണക്കാട് സയ്യിദ് നസർ ഹയ്യ ഷിഹാബ് തങ്ങൾ ചേരുന്നു. തങ്ങളെ ഇപ്പോൾ എന്തായാലും ഇനി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു പുണ്യ രാവുകളാണ് വരുന്നത്, മാസപ്പിറവി കണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയൊക്കെയാണ് റമദാൻ വ്രതാനുഷ്ഠാനം? എങ്ങനെ പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഓരോ വിശ്വാസിയുടെയും കർമ്മങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ തഖ്വയുള്ളവരായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അത് നിങ്ങൾ ഭക്തിയുള്ളവരാകുവാൻ വേണ്ടി എന്നാണ്. അപ്പോൾ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് തഖ്വയാണ്, ഭക്തിയാണ്. ആ ഭക്തി നിറഞ്ഞ ജീവിതമാണ് ഒരു വർഷത്തിൽ പൂർണ്ണമായും അള്ളാഹുവിന് വണങ്ങി അവനെ അനുസരിക്കുകയും അവൻ വിരോധിച്ചത് വെടിയുകയും ചെയ്യുന്നതിനുള്ള കഠിന പരിശീലനമാണ് റമദാനിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്നത്. ഈ 30 ദിനരാത്രങ്ങൾ, ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. റഹ്മത്താണ് ഒരു മനുഷ്യന് അനിവാര്യമായും നേടാനുള്ളത്. റഹ്മത്ത് കൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവന് എല്ലാം സാധ്യമാവുക. അപ്പോൾ ആ റഹ്മത്തിനെ ചോദിക്കാൻ പറ്റിയ മാസമാണ് റമദാൻ. ആ റമദാനിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10, പാപമോചനത്തിൻ്റെ 10. മനുഷ്യൻ എല്ലാ അവസരത്തിലും അവൻ്റെ വക്കൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പാപമോചനത്തിന് ദുആ ചെയ്യാൻ വേണ്ടിയുള്ള, പാപമോചനം തേടാനുള്ള 10ആണ് രണ്ടാമത്തെ 10. അതുപോലെ തന്നെ അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10ആണ്. അപ്പോൾ ഈ 3 ഈ ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് സർവ്വം അർപ്പിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി നല്ല ഒരു പൂർണ്ണാർത്ഥത്തിൽ എല്ലാ നിലക്കും അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്താനാണ് പരിശുദ്ധമായ റമദാനിലൂടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന തറാവീഹ് പോലുള്ള ദീർഘമായ രാത്രി നമസ്കാരങ്ങളുടേതാണ്. മാത്രമല്ല വ്രതാനുഷ്ഠാനം മാത്രമല്ല, ഈ സക്കാത്ത് ഉൾപ്പെടെയുള്ള മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം പ്രത്യേകതകൾ എന്താണ്? പിന്നെ മാത്രമല്ല ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചൊരു മാസം എന്നൊക്കെയുള്ളൊരു പ്രത്യേകത. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആൻ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സന്മാർഗത്തിന് വേണ്ടി ജഗനിയന്താവായ അള്ളാഹു മനുഷ്യന് വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസത്തിൽ ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടും ജീവിക്കുക, അതുവഴി അവന് എല്ലാ നിലക്കുമുള്ള ആത്മീയമായ ഉയർച്ച നേടുക എന്നുള്ളതാണ്. റമദാനിൻ്റെ ഓരോ രാത്രികളിലും അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം അത് വളരെ ഏറെ പുണ്യകരമായ ഒന്നാണ്.
ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലവനും വിശ്വസിച്ചുകൊണ്ടും കൂലി ആഗ്രഹിച്ചുകൊണ്ടും പരിശുദ്ധമായ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ നിസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അരുളിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ അത് പാലിച്ചുകൊണ്ട് ചിട്ടയൊത്തൊരു ജീവിതം നയിച്ച് ഭക്തിയുള്ളവരായി വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു ആ മാസക്കാലം തൻ്റെ ജീവിതത്തിലെ മറ്റ് ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഓരോ മുസ്ലിമും ഇതിലൂടെ നേടിയെടുക്കേണ്ടത്. തീർച്ചയായും ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് കേവലം ഒരു വ്രതാനുഷ്ഠാനം മാത്രമല്ല, മനുഷ്യൻ്റെ ആത്മീയമായ വിശുദ്ധിയും കൂടിയാണ്, ആത്മസംസ്കരണത്തിൻ്റെ നാളുകൾ കൂടിയാണ് എന്നാണ് കോഴിക്കോട് വലിയ ഖാളി പാണക്കാട് സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വിശ്വാസികൾക്ക് ഇത് ആത്മസംസ്കരണത്തിൻ്റെ ഒരു കാലമായി മാറട്ടെ. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.